പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ. പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരത് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത്. നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരം അറിയോ? നിങ്ങൾ കാന്തപുരത്ത് നല്ല സൽക്കാരമായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും, എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പരുടെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതൽ ഇതാപ്പ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി, എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനെയും ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് ഇപ്പൊ സൽക്കാരം, കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പറയട്ടെ, ആ തങ്ങളെ പറ്റി നിങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുകയും നിങ്ങളുടെ ചെയ്തികൾ തങ്ങൾക്ക് ശരിക്കറിയാ, തങ്ങളടുത്ത് ചെന്നിട്ട് വീടിന്റെ ഉദ്ഘാടനത്തിനാണ് ക്ഷണിക്കാൻ ചെന്നിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ കൂപ്പൺ സംഭാവന എന്നാണ് ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് മൊബൈൽ മാറി നിന്ന് ഫോട്ടോ പിടിച്ചിട്ട് പത്രത്തിൽ കൊടുത്ത് തങ്ങളെ വഞ്ചിച്ച നിങ്ങൾക്ക് നല്ല സൽക്കാരല്ല, തങ്ങൾ പരമാവധി ചീത്തയും കിട്ടിയിട്ടുള്ളത്. ഈ വരെ ഫ്ലക്സും ഈ ബോർഡും ഒക്കെ ഉണ്ടല്ലോ, എന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കണേ, അതൊക്കെ ചവറ്റ് കൊട്ടിക്ക് മത്സരം കാന്തപുരത്തിന്റെ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായിക്കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചേറിയേണ്ടതുണ്ട് എന്ന്. നിങ്ങൾ ആ ഫ്ലക്സും ബോർഡൊക്കെ ചവറ്റ് കൊട്ടിക്ക് വലിച്ചെറിഞ്ഞളിയുന്നു. ഇതാണ് നല്ല സൽക്കാരം. കല്യാണത്തിന് ഒന്നിനെ പിറ്റേന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചത് സൽക്കാരം കഴിഞ്ഞിട്ടേ.